അരുതാത്തത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതുപോലെ ദേവാലയത്തിന് മുമ്പിൽ ആ ദേവാലയ അങ്കണത്തിൽ വന്ന് കയറിയപ്പോൾ തന്നെ അവനെ അസ്വസ്ഥതപ്പെടുത്തുന്നു. ചെയ്യാൻ പാടില്ലാത്തത് എന്തോ ചെയ്തിട്ടുണ്ട്, അർഹിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയോ എൻ്റെ കൈവശമുണ്ട്, ഞാൻ ആരും അറിയാതെ കൂട്ടിവെച്ചതാണല്ലോ, അതെനിക്ക് അർഹതയുള്ളതല്ല എന്നുള്ള ആ വലിയ ഹൃദയഭേദകമായ അനുഭവത്തിലേക്ക് അവനെ ചിന്തിപ്പിക്കുക. ഫരീസൻ നല്ലവനാണോ? അതെ, നല്ലവനാണ്. അവൻ ചിട്ടയുള്ളവനും പ്രത്യേകമായ കൃത്യതയിൽ ജീവിക്കുന്നവനുമായതുകൊണ്ട്, പ്രത്യേകിച്ചും നിയമങ്ങളിൽ അധിഷ്ഠിതമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതിനുമായതുകൊണ്ട് മോശയുടെ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും കുറവ് കൂടാതെ ചെയ്തു പോരുന്നവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദേവാലയത്തിൽ വരുമ്പോൾ കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കുന്നു, ചെയ്യേണ്ടത് വ്യക്തമായി ചെയ്യുവാൻ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവൻ വചനഭാഗം നമ്മളെ കാണിച്ചു തരുന്നു. മറ്റുള്ളവരെ പോലെയല്ല, തികച്ചും അവരിൽ നിന്ന് വ്യത്യസ്തനായി അവൻ കാണപ്പെടുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്ന മനോഭാവമല്ല, കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നിയമത്തിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് പോലെ ദശാംശം കൃത്യമായി അവൻ കൊടുക്കുന്നു. അതുകൊണ്ട് അവന് കുറ്റം വിധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവനൊരു സ്വയബോധമുണ്ട്, ഞാൻ ചെയ്തതെല്ലാം ശരിയാണ്. അങ്ങനെയുള്ള എന്നെ ദൈവം പ്രത്യേകമായി അവിടുത്തെ കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കും, ഞാൻ അവൻ്റെ മുമ്പിൽ പ്രീതനാവും. ഈ ഒരു ചിന്തയോടുകൂടിയാണ്, ഈ ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് അവൻ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ അതേ വിധം തന്നെ തെറ്റിൽ ജീവിക്കുന്നെന്ന് പറയാൻ പറ്റില്ലാത്ത തൻ്റെ ജീവനോപാധിയായ ചുങ്കം പിരിച്ച് ജീവിക്കുന്ന ചുങ്കക്കാരൻ വന്ന് പ്രാർത്ഥിക്കുന്നതും ഫരീസൻ പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറിക്കേണ്ടത്. ചുങ്കക്കാരനും ചുങ്കം പിരിക്കുമ്പോൾ അവന് കൃത്യമായി അതിന് കമ്മീഷനുള്ളതാണ്. അവൻ അത് വെച്ച് ഒരുപാട് സമ്പത്ത് സ്വാംശീകരിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് അവനും ഈ ഫരീസയരുടെ കൂട്ടത്തിൽ, സദൂക്യരുടെ കൂട്ടത്തിൽ, നിയമജ്ഞരുടെ കൂട്ടത്തിലൊക്കെ അഭിമാനപൂർവ്വം ജീവിക്കുന്നത്. പക്ഷേ രണ്ടുപേരും കൊടുക്കാൻ മനസ്സുള്ളവനാണോ? അതെ. പക്ഷേ ഹൃദയവിചാരങ്ങളെ അറിയുന്ന ദൈവം നിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് തിരുവചനം ഇപ്രകാരം നമുക്ക് നൽകിയത്. നിന്റെ ഹൃദയവിചാരങ്ങളെ അറിയുന്നവനാണ് ദൈവം. പരമാർത്ഥ ഹൃദയം ദൈവത്തെ കാണും. അഷ്ടസ്വഭാവങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായും വായിക്കുമ്പോൾ മനസ്സിലാകും, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ഇപ്രകാരം വളരെ വ്യക്തമായി പറയുന്നു, നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ വിളിക്കുന്നവൻ ദൈവം അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവം അവനുണ്ടാകും. ഇന്നത്തെ പ്രത്യേകിച്ചും ഭൂവിശേഷത്തിൻ്റെ വായനയിൽ 2 പത്രോസിൻ്റെ 3-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. നിഷ്കളങ്ക ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തെ സമീപിക്കുകയും, കാരണം ദൈവം നിന്റെ അന്തരംഗം അറിയുന്നവൻ, നിന്റെ ഹൃദയവിചാരങ്ങളെ നന്നായിട്ട് അറിയും. നീ എന്തെല്ലാം ആലോചിച്ചാലും ക്രയവിക്രയങ്ങളിൽ പെട്ടാലും നിന്റെ ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവമായതുകൊണ്ട് നിന്നെ നന്നായി പരീക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് നിന്റെ മഹത്വത്തിലും രാജ്യത്വത്തിലും എന്നതിനേക്കാൾ ഉപരി നിന്റെ ആത്മാർത്ഥമായ ഹൃദയവിചാരങ്ങളിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ജനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിൽ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുക. ആ ചുങ്കക്കാരനും ഒരുപാട് അന്യായമായിട്ട് ഒരു പക്ഷേ അവൻ കൂട്ടിവെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അവൻ ദേവാലയത്തിലേക്ക് വന്നപ്പോഴേ അവൻ്റെ ശിരസ് കുനിഞ്ഞു, അവൻ്റെ കണ്ണുകൾ താന്നു, ശബ്ദം ഇടറി, കരങ്ങൾ ഉയർത്താൻ പറ്റുന്നില്ല. അവൻ എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥതയിലൂടെ, മാനസിക അസ്വസ്ഥതയിലൂടെ അവനെ പിരിമുറുക്കത്തിലേക്ക് എത്തിക്കുക. എന്തോ ചെയ്യാത്തത് ചെയ്തതുപോലെ, അരുതാത്തത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതുപോലെ ദേവാലയത്തിന് മുമ്പിൽ ആ ദേവാലയ അങ്കണത്തിൽ വന്ന് കയറിയപ്പോൾ തന്നെ അവനെ അസ്വസ്ഥതപ്പെടുത്തുന്നു. ചെയ്യാൻ പാടില്ലാത്തത് എന്തോ ചെയ്തിട്ടുണ്ട്, അർഹിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയോ എൻ്റെ കൈവശമുണ്ട്, ഞാൻ ആരും അറിയാതെ കൂട്ടിവെച്ചതാണല്ലോ, അതെനിക്ക് അർഹതയുള്ളതല്ല എന്നുള്ള ആ വലിയ ഹൃദയഭേദകമായ അനുഭവത്തിലേക്ക് അവനെ ചിന്തിപ്പിക്കുക. അവൻ ഗദ്ഗതകണ്ഠനായിട്ടാണ് ദേവാലയ അങ്കണത്തിലേക്ക് കടന്നു വന്നിട്ട് അവൻ ദൂരെ നിന്നേ അവൻ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് സിനഗോഗുകളുടെ മുൻവശം അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ മുൻവശം കുനിഞ്ഞു കയറുന്ന വിധത്തിലാണ് വാതിലുകൾക്ക് മേരിക്കുക. പ്രത്യേകിച്ച് ആനവാതിൽ ഇതുപോലെ മുഴുവനായി തുറന്നിടുകയല്ല, അതിലൊരു ചെറിയ വാതിലോടുകൂടി കുനിഞ്ഞു
ആലയത്തിലേക്ക് കയറുന്ന വിധത്തിലാണ് ചില പ്രത്യേകമായ ദേവാലയങ്ങളിലത് ഇന്നും ക്രമീകരിക്കുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ തലകുനിച്ച് സാഷ്ടാംഗം നമിച്ചു കയറുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ദൈവത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവൻ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ തന്നെ കയറിയിൽ തന്നെ അവൻ നിന്നു പോവുകയാണ്. ഒട്ടും മുൻപോട്ട് പോകാൻ അവന് പറ്റുന്നില്ല. എന്തോ അരുതാത്തത് അവൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായതെന്തോ ചെയ്തു എന്നുള്ള ചിന്ത അവനെ ശക്തമായ കുറ്റബോധം അവനിലേക്ക് വരിക, മനസാക്ഷി കുത്ത് കയറി വരിക. അവൻ ചെയ്തതെല്ലാം വൃഥാവിലായി പോയി എന്നുള്ള വലിയ മാനസിക പീഡനം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരിക. മാനസികമായ അതിദാരുണമായി ദുഃഖിക്കുന്ന അനുഭവം വചനം നമ്മെ കാണിച്ചു തരികയാണ്. അപ്പോഴാണ് ഏറ്റവും മുൻപിൽ ഏറ്റവും മിടുക്കനായി ഫരീസിയൻ നിൽക്കുന്നു. ഇവിടെ ഈ സദൂക്കയനായ ഈ മനുഷ്യൻ, ചുങ്കക്കാരനായ മനുഷ്യനെയാണ് ഇന്ന് വചനം നമ്മെ കാണിച്ചു തരുന്നത്. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായത്തിൽ 1 മുതൽ വായിച്ചു കേട്ട ഇന്നത്തെ വചനഭാഗം പഴയ നിയമഗ്രന്ഥത്തിലെ വായനയിൽ ശ്രദ്ധിച്ചു കാണും. നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനും പ്രിയപ്പെട്ടവനാണ്. ഞാൻ നിന്നെ അതുപോലെ കാത്തു സൂക്ഷിക്കും. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ കരുതും. എങ്ങനെയുള്ളവനെയാണ്? ഹൃദയപരമാർത്ഥതയുള്ളവൻ, ഹൃദയം നിഷ്കളങ്കമായവൻ. അവൻ ദേവാലയത്തിൽ വന്നു നിന്നിട്ട് ദൈവത്തോട് നിലവിളിക്കുന്ന ആ ശബ്ദം ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം അവനോട് കരുണ കാണിക്കുകയാണ്. നീ ഇന്ന് വരെ എപ്രകാരം ജീവിച്ചു എന്നതിനേക്കാൾ ഉപരി ഇന്നു മുതൽ നീ നിന്റെ മനസാക്ഷിയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു പുതു സൃഷ്ടിയാകാൻ നീ ആഗ്രഹിക്കുന്നല്ലോ എന്ന് കരുതുന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് ഈ ചുങ്കക്കാരൻ എണ്ണപ്പെടുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, വിവാഹം എന്ന കൂതാശയിൽ മനോഹരമായ വായനകളിൽ ദമ്പതിമാരെ വിവാഹമെന്ന കൂതാശയുടെ ഉടമ്പടിയിൽ ചേർക്കുന്ന ഭാഗമായി ഇരു കൈകളും ചേർത്ത് പിടിക്കുന്ന ഭാഗത്ത് കാർമികൻ ചൊല്ലിക്കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഹൃദയവിചാരങ്ങൾ അറിയാത്തവൻ്റെ മുമ്പിലല്ല, അറിയുന്നവൻ്റെ മുമ്പിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഹൃദയവിചാരങ്ങൾ അറിയാത്തവൻ്റെ മുമ്പിലല്ല, അറിയുന്നവൻ്റെ മുമ്പിലത്രേ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിൽക്കുന്നത്. ഈ ആലയത്തിൽ ഇന്ന് നിങ്ങൾ ഈ പരിശുദ്ധമായ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ഈ വീണ്ടും വിചാരമുണ്ടാകട്ടെ. ഹൃദയവിചാരം അറിയുന്ന ദൈവമാണ് ഇന്ന് ഈ ബലിയിൽ സന്നിഹിതനായിരിക്കുന്നത്. ഹൃദയവിചാരം അറിയാത്തവനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ഈ പരിവർത്തനം കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തിത്വമാണ് പൗലോസ്ലീഹ. പൗലോസ്ലീഹ ഇത് വ്യക്തമായി നമ്മെ പഠിപ്പിച്ച ലേഖനഭാഗം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടിരുന്നോ? അത് 2 കൊരിന്തോസ് 12-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളുടെ പോയപ്പോൾ 6 മുതലുള്ള വാക്യങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ബലഹീനനായ പൗലോസ്ലീഹയെ ശക്തിപ്പെടുത്തുന്ന ദൈവം എനിക്ക് നിന്റെ കൃപ മതി എന്ന് ദൈവത്തിലേക്ക്, കർത്താവ് യേശുമിശിഹിയിലേക്ക് ആശ്രയിക്കുന്ന പൗലോസ്ലീഹ. കാരണം ബലഹീനനാണ്. നാം എല്ലാവരും ബലഹീനരാണ്, പാപികളാണ്. നമ്മുടെ കൈവശം എന്തെല്ലാം ഉണ്ടെങ്കിലും, നാം എന്തെല്ലാം സ്വാംശീകരിച്ചാലും, എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, ആത്യന്തികമായി നീ ബലഹീനനാണെന്നുള്ള ചിന്ത നിനക്കുണ്ടെങ്കിൽ പൗലോസ്ലീഹ പറയുന്നു, നീ കൂടുതൽ അഹങ്കരിക്കാതിരിക്കാൻ നിനക്ക് ബലഹീനത തന്നിരിക്കുന്നു. ഒരു മുള്ള് എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കാനാണ് ദൈവം എനിക്കത് നൽകിയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ മതിമറന്ന് ജീവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകൾ ഉണ്ട് എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ശിരസുയർത്താൻ പ്രാപ്തിയില്ലാത്തവനാണ്. എൻ്റെ ഈ പ്രത്യേകമായ വൈകല്യം, ഈ ബലഹീനത, ഈ കുറവുകൾ, ഈ മനസാക്ഷിക്ക് വിരുദ്ധമായ എൻ്റെ ചെയ്തികൾ, എൻ്റെ ചിന്തയിലും ആലോചനയിലുമുള്ള പ്രവർത്തനങ്ങൾ അതൊന്നും ചേർന്നതല്ല എന്ന് ഞാൻ അറിയുന്നു. അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണം, ഒരു ഡെലിവറൻസ് എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ സന്നദ്ധരാകണം. അതാണ് ആ ചുങ്കക്കാരനായ മനുഷ്യനെ വിടുതൽ കൊടുത്ത് ദൈവത്തോട് അടുപ്പിച്ചത്. പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ അത് മനോഹരമായി കാണിച്ചു തരികയാണ്. നീ ദൈവത്തോട് അടുക്കുമ്പോൾ അവിടുന്ന് നിന്റെ മേൽ പ്രത്യേകമായ ഇഷ്ടത്താൽ നിന്നെ ചേർത്ത് നിർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ബലി അനുഗ്രഹത്തിൻ്റെ ബലിയായിത്തീരും. ഇന്നത്തെ ബലി
ഒരു തിരിച്ചറിവിൻ്റെ ബലിയായി തീരണം. ഇന്നത്തെ ബലിയിൽ നിന്റെ മനസാക്ഷിയിൽ ഒരു കുത്ത് തരാൻ സാധിക്കട്ടെ. ഇന്നത്തെ വചനം നിന്നെ സ്വപ്നമെന്ന് നൽകാൻ, എൻ്റെ ജീവിതത്തെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലി നമുക്ക് പൂർത്തിയാക്കാം. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. Barkimos, tomenga